നമസ്കാരം. എൻ്റെ പേര് ഫാറൂഖ് പരേടത്ത്. ഇന്ന് എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുന്നേ ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നിർബന്ധമായിട്ടും ആ വീഡിയോ കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മൾ അക്കൗണ്ട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അസറ്റും ലാബിലിറ്റിയും ഇൻകവും ക്യാപിറ്റലും എക്സ്പെൻസൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളൊരു പുതിയൊരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ അതിൽ നിന്ന് 2 അക്കൗണ്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എങ്ങനെയാണെന്നും, ആ ഐഡൻറ്റിഫൈ ചെയ്ത അക്കൗണ്ടുകൾ ഈ ആലീസിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ആലീസ്, അസറ്റ്, ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്, അതിൻ്റെ ആദ്യത്തെ ലെറ്ററായ ആലീസ്, ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു കോഡാണ്. ഈ ആലീസിൽ ഏതിൽ പെടും എന്ന് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് നേരിട്ട് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളൊരു ട്രാൻസാക്ഷൻ റഫീഖ് started business with cash 1 lakh. ഈ ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ 2 അക്കൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഓണർ, ഒരാള്, ഒരു വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹം ബിസിനസ്സിലേക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്യാപിറ്റൽ എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഒന്ന് ക്യാഷ്, ഒരു അക്കൗണ്ട് ക്യാഷ് നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തത് റഫീഖാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്യാപിറ്റൽ, റഫീഖിൻ്റെ ക്യാപിറ്റൽ. രണ്ടാമത്തത് ക്യാപിറ്റലാണ്, റഫീഖ് ക്യാപിറ്റൽ. ഈ 2 അക്കൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 2 അക്കൗണ്ട് ഈ 5 ഗ്രൂപ്പിൽ, അസറ്റ്, ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇതിൽ ഏതിൽ പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ക്യാഷ് എന്താണ്? ക്യാഷ് എല്ലായ്പ്പോഴും അസറ്റാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അസറ്റ്. പിന്നെ ക്യാപിറ്റൽ ഇവിടെ വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ ഒരു ലാബിലിറ്റിയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ക്യാപിറ്റൽ എന്തുകൊണ്ട് ലാബിലിറ്റി? നമ്മൾ ഒരു എൻറ്റിറ്റി കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? ബിസിനസ് വേറെ, ഓണർ വേറെ, രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ ഓണർ എന്നൊരു ആള് ബിസിനസ് എന്നൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ക്യാഷാണ് നമ്മൾ ക്യാപിറ്റൽ. അപ്പോൾ ഓണർ വേറെ, ബിസിനസ് വേറെ എന്ന് പറയുമ്പോൾ, ഓണർ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ക്യാഷാണ്. ഓണർ എപ്പോൾ ചോദിക്കുന്നു അപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത്, ക്യാപിറ്റൽ ഒരു ലാബിലിറ്റി ആണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 അക്കൗണ്ട് ഇവിടെ പഠിച്ചു. ഒന്ന് അസറ്റും പഠിച്ചു, ഒന്ന് ക്യാപിറ്റലും. ഇതുപോലെ നമ്മൾ വേറൊരു ട്രാൻസാക്ഷൻ നോക്കുക. സാലറി പെയ്ഡ് ബൈ ക്യാഷ്. സാലറി നമ്മൾ കൊടുത്തു, ക്യാഷായിട്ട് സാലറി കൊടുത്തു. നമ്മൾ എപ്പോഴും ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ അതിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കണം. എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താണ്? സാലറി കൊടുത്തു, ക്യാഷായിട്ട് സാലറി കൊടുത്തു. ഇവിടെ 2 അക്കൗണ്ട് നമ്മൾ ഈ ട്രാൻസാക്ഷനിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്ന് ക്യാഷായിട്ടല്ല കൊടുത്തത്, അപ്പോൾ ക്യാഷ്, അതുപോലെ സാലറി.
രണ്ട് അക്കൗണ്ട് നമ്മൾ കണ്ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് അക്കൗണ്ട് ഈ ആലീസിൽ ഏതിൽ പെടും എന്ന ക്യാഷ് നമ്മൾ പറഞ്ഞിട്ട് ക്യാഷ് എപ്പോഴും അസറ്റാണ്. അപ്പം നമ്മൾ അസറ്റ്. രണ്ടാമത്തത് സാലറി. സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ് സാലറി കൊടുക്കുന്നത്. അപ്പം നമ്മൾ എക്സ്പെൻസിൽ പെട്ടു. എക്സ്പെൻസ്. ഓക്കെ. ഇങ്ങനെ നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷനുകൾ നമ്മൾ ചെയ്ത് അതിൽ നിന്ന് ഈ ആലീസ്, ഇതെപ്പോഴും നമ്മൾ മനസ്സിൽ വേണം. ഈ ആലീസിൽ ഏതിൽ പെടും? രണ്ട് അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യുക ട്രാൻസാക്ഷനിൽ നിന്ന്, എന്നിട്ട് ആലീസിൽ ഏതിൽ പെടും ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ച് ഇത് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഇതിന് ശേഷം ഗോൾഡൻ റൂൾസ് ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇവിടെ ക്യാഷും ക്യാപിറ്റലും കണ്ടുപിടിച്ചു, ഇവിടെ ക്യാഷും സാലറിയും കണ്ടുപിടിച്ചു. ഇനി ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം, ഇത് നമ്മൾ ഗോൾഡൻ റൂൾസ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ആ ഗോൾഡൻ റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ അതിൽ നിന്ന് രണ്ട് അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കണം. എന്നിട്ട് ഐഡന്റിഫൈ ചെയ്ത അക്കൗണ്ട് അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, ഇൻകം ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ആണോ, അത് പഠിക്കാനാണ് നമ്മൾ ആലീസ് പറഞ്ഞത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആലീസ് പറഞ്ഞത്. ഈ ആലീസിൽ ഏതിൽ പെടും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഓരോ ട്രാൻസാക്ഷനും നമ്മളൊരു മൂന്നാമത്തെ ഒരു ട്രാൻസാക്ഷൻ വേറെ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്. നമ്മൾ എന്ത് ചെയ്യാം? സെയിൽസ് ചെയ്തു, സാധനം വിറ്റു ക്യാഷിന്. അപ്പം നമ്മളിവിടെ രണ്ട് അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യണം. ഒന്ന് ക്യാഷ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ്. രണ്ടാമത്തത് സോൾഡ് ഗുഡ്സ്, സാധനം വിൽക്കുകയാണ്, ഇപ്പോൾ ഒരു സെയിൽസ് ആണ്, സെയിൽസ് അക്കൗണ്ട്. ഇങ്ങനെ രണ്ട് അക്കൗണ്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് ക്യാഷ് ഈ ആലീസിൽ ഏതിൽ പെടും? നമ്മൾ നേരത്തെ പഠിച്ചു ക്യാഷ് എല്ലായ്പ്പോഴും അസറ്റ് ആണ്. സെയിൽസ് ഏതാ വരിക? സെയിൽസ് ഒരു ഇൻകം ആണ്. അപ്പൊ നമ്മൾ സെയിൽസ് ഇൻകം ആണെന്ന് കണ്ടുപിടിക്കാം. ഇത് അസറ്റ്, സെയിൽസ്, ഇൻകം. സെയിൽസ് എന്താണ്? സെയിൽസ് ഒരു ഇൻകം ആണ്. അങ്ങനെ രണ്ട് അക്കൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പഠിക്കാം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിലായാൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഗോൾഡൻ റൂൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവരോടും ബൈ.